കർണാടകത്തിലെ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇന്ന് വീണ്ടും ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് ഇരു നേതാക്കളും ഡൽഹിയിലെത്തുന്നത്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് അന്തിമമാക്കിയേക്കുമെന്ന സൂചനകളാണ്. KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീധരൻ, തിരക്കിട്ട ചർച്ചകൾ പക്ഷേ നീണ്ടു പോവുകയാണ്. കുറേ നാളായി ഈ മന്ത്രിസഭാ വിപുലീകരണ ചർച്ചകൾ തുടങ്ങിയിട്ട്. ആദ്യം ഒരു സമവായത്തിലെയും പട്ടികയുമായി ഡൽഹിയിലേക്ക് പോയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു പുതിയ ആളുകളെ കൂടി പരിഗണിക്കണം, അതുകൂടി പരിഗണിച്ച് പട്ടിക തയ്യാറാക്കുമെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പ്രഖ്യാപിക്കുമോ? പ്രഖ്യാപനമുണ്ടായാൽ കർണാടകത്തിൽ എന്ത് സംഭവിക്കും? 25-ാം തീയതിക്കകം മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ ആളുകൾ, അതായത് മന്ത്രിസഭാ വികസനം പൂർത്തിയാക്കണം, സത്യപ്രതിജ്ഞ നടത്തണമെന്നുള്ള ഒരു നീക്കത്തിലാണ് DK ശിവകുമാർ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇരു നേതാക്കളും ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിക്ക് തിരിച്ചിട്ടുള്ളത്. ഇന്ന് ACC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. 20 പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇതിനുവേണ്ടി സാമുദായിക പരിഗണനകൾ, അതുപോലെ തന്നെ പ്രായം, അതുപോലെ ഭരണപരിചയം, ഇതൊക്കെ പരിശോധിച്ച് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പട്ടിക തയ്യാറാക്കുക എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇതിനു മുൻപ് ഒരു പട്ടിക ഹൈക്കമാൻഡിന് കർണാടകത്തിൽ നിന്ന് KPCC നൽകിയിരുന്നു. പക്ഷേ ആ പട്ടികയിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണ്, അതായത് ചെറുപ്പക്കാർക്ക് അവസരം ലഭിച്ചിട്ടില്ല, നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മടക്കുകയാണ് ചെയ്തത്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ പുതുമുഖങ്ങളെ കൂടി യുവാക്കളെ കൂടി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ പട്ടികയുമായി നേതാക്കൾ ഡൽഹിക്ക് പോയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് MLA ആയിട്ടുള്ള, ശാന്തിനഗറിലുള്ള MLA ആയിട്ടുള്ള NA ഹാരിസ് ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ UT ഖാദറും അതുപോലെ തന്നെ KJ ജോർജും മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. 20 മന്ത്രിമാരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ മത സാമുദായിക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം DKക്ക് മേലുണ്ട്. ലിംഗായത്ത്, വൊക്കലിഗ, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ മറികടന്നുകൊണ്ട് പ്രായം കൂടി പരിഗണിച്ച് പുതിയ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരുപക്ഷെ ഇത് വലിയ പൊട്ടിത്തെറിക്കൊക്കെ സാധ്യതയുമുണ്ട്. ഈ മുഖ്യമന്ത്രി അധികാര കൈമാറ്റം അത് വളരെ പെട്ടെന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് വളരെ ഈസി ആയിട്ട് മാറ്റിയിരുന്നു. അതിന്റെ സമാനമായിട്ടുള്ള ഒരു നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് KPCC നേതൃത്വം. ഏതായാലും വളരെ വേഗത്തിൽ മന്ത്രിസഭാ രൂപീകരണം അത് പൂർത്തീകരിക്കും, മന്ത്രിസഭാ വികസനം അത് പൂർത്തീകരിക്കും എന്നതാണ് ഇപ്പോൾ കർണാടകവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേറ്റ്. ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ടുപേരെയും, മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് KB ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.